آمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد. നമ്മുടെ ഈ പുതിയ ക്ലാസ് പ്രസംഗം കേട്ട് പോകുന്ന പോലെ പോവാനുള്ളതല്ല, കാര്യങ്ങൾ പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. നല്ല ശ്രദ്ധ വേണം. ഒരു ചടങ്ങ് പോലെ ആയിട്ട് തീർത്തുടാ. എന്തായാലും ഒരു ക്ലാസ് നടത്താന്ന് പറഞ്ഞല്ല, അപ്പൊ പോയി ഇരുന്ന് കൊടുക്കുക. പോയിട്ടില്ലെങ്കിൽ ഞാൻ മാത്രം പോവാണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും വിചാരിച്ചു പോണ്ട, അതൊന്നും ശരിയാവില്ല. പഠിക്കണം. 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി നോക്കണം. അതിന് ഷജറത്തുൽ ഇൽമ് എന്നാണ് പറയുക. എന്താ പറയാ? ഷജറത്തുൽ ഇൽമ്. എഴുതി വെക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ട് പേരെല്ലാം എന്തിനാ കൂട്ടി വെക്കാനാണ്. ഷജറത്തുൽ ഇൽമ്. ഷജറ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മരം. ഇതെല്ലാം കാണാതെ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടും ഇത് പറഞ്ഞാലും. നിങ്ങൾക്ക് എല്ലാവർക്കും അറബി എഴുതാൻ അറിയോ? അറബി അറിയുന്നവർ അറബിയിൽ എഴുതുക, ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷിൽ എഴുതുക, കന്നഡക്കാർ കന്നഡയിൽ എഴുതുക, മലയാളികൾ മലയാളത്തിൽ എഴുതുക, മംഗ്ലീഷുകാർ മംഗ്ലീഷിൽ എഴുതുക. ഏത് ഭാഷയിൽ എഴുതിയാലും എഴുതണം, പഠിക്കണം. കാരണം നമ്മുടെ ഇരിക്കുന്ന സമയം നഷ്ടമായി കൂടാ. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രായവും വളരെ പ്രധാനപ്പെട്ട സമയവുമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നമ്മളിവിടെ വന്നിരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഉണ്ടാവണം, നിർബന്ധമായി. ഷജറത്തുൽ ഇൽമ്, ഇൽമിന്റെ മരം എന്നതിന്റെ അർത്ഥം. ഇൽമിന്റെ മരം. ഒരു മരമാവലപ്പെട. ഒരു ഇലക്ക് നമ്മൾ മരന്ന് പറയും ഇല്ല. ഒരു കൊമ്പിന് മരന്ന് പറയും. ഒരു തടി മാത്രം ഉണ്ടെങ്കിൽ മരന്ന് പറയും ഇല്ല. തടി വേണം, ഇലകൾ വേണം, ശിഖരങ്ങൾ വേണം, കായ്കൾ വേണം. ഇതെല്ലാം കൂടി പറയുന്ന പേരാണ് ഷജറ, മരം. അതേപോലെ ഇൽമ് എന്ന് പറഞ്ഞാൽ ആ ഒറ്റ വാക്കില് അറിവ് മൊത്തത്തിലാവില്ല. അത് അറിവാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അതിനോടൊപ്പം ചേർത്ത് വെക്കണം, എന്നാലേ അറിവാകുള്ളൂ. അതിൽ ഒന്ന് അന്നിയ്യത്തു. എഴുതിക്കോ, അന്നിയ്യത്തു. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ വരുന്നതിനെ കൊണ്ട്, ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു നിയ്യത്ത് ഉണ്ടാവണം, ഒരു ലക്ഷ്യമുണ്ടാവണം. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുറെ അറിവ് നേടണം, വലിയ ഖത്തീബാവണം, അങ്ങനെ ഭയങ്കര പേര് കിട്ടണം, ആൾക്കാരെ കൊണ്ടൊക്കെ അത് പറയിപ്പിക്കണം. ഇതല്ല നിയ്യത്ത്. ഇൽമു പഠിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട നിയ്യത്ത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. നിയ്യത്ത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, എന്റെ അറിവില്ലായ്മ നീങ്ങണം. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ജഹല്. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട? തിരിയാത്തതിനോട് ചോദിക്കണം. ദീനിനെ പറ്റി അറിയാത്ത അവസ്ഥ എനിക്ക് നാണക്കേടാണ്. അതെന്റെ പരാജയമാണ്. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞ് ജീവിക്കുക, ഞാൻ ഖുർആനിന്റെ ആളാണ്, ഹദീസിന്റെ ആളാണ്, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, എന്നിട്ട് എനിക്ക് ആ ദീനിനെ പറ്റി ഒന്നും അറിയാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. ഇപ്പൊ നിങ്ങളൊരാള് എഞ്ചിനീയറായി, കുറെ പഠിക്കണ്ടേ? എഞ്ചിനീയറായിട്ട് നിങ്ങൾ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടിയില്ല. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അയാൾ എന്തായിരിക്കും നിങ്ങളോട് ചോദിക്കുക? എന്തെന്ന് പോലെ പോയിട്ട് പഠിച്ചിരിക്കുന്നത്? ഇത്രയും കൊല്ലം നീ ബുക്ക് തൂക്കിയിട്ട് പോയില്ലല്ലോ, നിന്റെ ഉപ്പ കുറെ പൈസ ചെലവാക്കിയില്ലല്ലോ, നീ എന്തെങ്കിലും പഠിച്ചോ? അതൊരു നാണക്കേടാണ്. നാണക്കേടെന്ന് പറഞ്ഞാൽ ശൈലി. ദീനിലും അങ്ങനെ തന്നെ. നമ്മള് മുസ്ലിമാന്ന് പറയുക, ദീനിന്റെ ആൾക്കാരാന്ന് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൾക്കാരാന്ന് പറയുക, എന്നിട്ട് ആ ദീനിനെ പറ്റി ഒന്നും അറിയാത്തവരായി മരിച്ചു പോവുക.
നാളെ ഖബറിൽ വെച്ച് മലക്കൾ ചോദിക്കുമ്പോൾ മറുപടി കിട്ടാതിരിക്കാന്നെല്ലാം പറഞ്ഞാൽ വളരെ മോശമാണ്. അവിടെ നീയത്തിൽ ഒന്ന് എന്റെ അറിവില്ലായ്മ നീങ്ങി കിട്ടണം. ദീൻ എന്താ നിനക്ക് മനസ്സിലാവും, അള്ളാഹു ആരാ നിനക്ക് മനസ്സിലാവും, എന്താണ് ഇസ്ലാം എന്നോട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണം, എനിക്ക് പഠിക്കണം. എന്നിട്ട് എന്റെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അത് രണ്ടും രണ്ട് തരത്തിലായിരിക്കും. രണ്ടറിവാണ്. ദുനിയാവിന്റെ അറിവാണെങ്കിലും അങ്ങനെ തന്നെ. സ്കൂളിൽ പഠിച്ച് കോളേജിലെത്തി ഡിഗ്രി നേടി പിന്നെ പ്രൊഫഷണൽ എന്തെങ്കിലും കോഴ്സ് ചെയ്തു അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി അങ്ങനെ ഒരു ജോലിയിൽ ഉദ്യോഗസ്ഥരൊക്കെ ആയി അയാളും ഒരു പഠിപ്പില്ലാത്ത കാലം ഒരേപോലെയാണ്. അവരെ ജീവിതം, അവരെ വർത്താനം, അവരെ ശൈലി, അവരെ ശമ്പളം ഇതെല്ലാം മാറ്റായിരിക്കും. അതേപോലെയാണ് ദീനിന്റെ അറിവ്. ദീൻ അറിയുന്ന ഒരാളും ദീൻ അറിയാത്ത ഒരാളും ഒരുപോലെയല്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ വരുമ്പോൾ നീയത്തിൽ ഒന്നാമതായി വേണ്ടത് നമ്മളുടെ അറിവില്ലായ്മ നീങ്ങി കിട്ടണം. പകരം നമുക്ക് എന്ത് കിട്ടണം? ദീനിനെ പറ്റിയുള്ള ഇൽമുകൾ. കാരണം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് വേണം. ഈ വന്ന എല്ലാവരും ആ ഗ്രൂപ്പിൽ ഉണ്ടാവണം. ഈ ക്ലാസ് ആ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. ഇത് റെക്കോർഡ് ചെയ്യുന്നില്ലേ? അത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം. ഞാൻ ഈ പറയുന്ന ഖുർആന്റെ ആയത്തും ഇതെല്ലാം കേട്ട് എഴുതി വെച്ചിട്ട് പഠിച്ചിട്ട് വരണം. തമാശയാക്കരുതേ. പഠിച്ചിട്ട് നല്ല അടിയും കിട്ടും. വെറുതെ പറഞ്ഞതായി, തമാശ പറഞ്ഞതാ. നിങ്ങൾ അവസാനം ജയിലാക്കിയാലോ? അപ്പോ ഒന്ന് അല്ലാഹു ചോദിച്ചു പരിശുദ്ധ ഖുർആനിൽ, ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന് പറഞ്ഞാൽ ആവൂല എന്നല്ല. ഇൽമുള്ള ആള് എന്റെ അടുത്തൊരു പ്രത്യേക സ്ഥാനമുള്ള ആളാണ്. ഇൽമില്ലാത്തവന് ആ സ്ഥാനം ഞാൻ കൊടുത്തു. ദീനിനെ പറ്റി അറിവുള്ള ആള് ബഹുമാനിക്കപ്പെടുന്ന ആളാണ്. ദീനിനെ പറ്റി അറിവില്ലാത്ത ആള് ബഹുമാനിക്കപ്പെടില്ല. അയാൾ എപ്പോഴും സമൂഹത്തിൽ താഴ്ത്തപ്പെടും. അതുകൊണ്ട് ഒന്നാമത്തെ നീയത്ത് എന്റെ അറിവില്ലായ്മ മാറി ഞാൻ നന്നാവണം. രണ്ടാമത്തെ കാര്യം, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എനിക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. മനസ്സിലായോ? ഒന്ന്, ഞാൻ നന്നാവണം, എനിക്ക് അറിവുണ്ടാവണം. രണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ. അതാരൊക്കെയാ? നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, പിന്നെ നമ്മളെ ചങ്ങായിമാര്, നമ്മളെ അയൽവാസികൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർ. ഇവർക്കൊന്നും ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാവില്ല. എന്ത് ചെയ്യണം? അവർക്ക് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എന്നെ പോലെ അവരും നന്നാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ ചിന്തയാണ്. അത് ഈ പ്രായത്തിലേ നമുക്കുണ്ടാവണം. ആ നല്ല ചിന്തയോടെ വളരണം. അപ്പൊ വലുതാകുമ്പോഴേക്കും ഒരുപാട് ഇൽമുമായി ജനങ്ങൾക്ക് ഉപകരിക്കുന്ന മനുഷ്യന്മാര് വരും. അപ്പൊ മനസ്സിലായോ? ജനങ്ങൾക്ക് എങ്ങനെ ഉപകരിക്കുന്ന മനുഷ്യന്മാരും ജനങ്ങളുടെ ദീനിൽ ഉപകാരപ്പെടുന്ന ആൾക്കാരായി നമ്മൾ മാറും ചെയ്യും. അതുകൊണ്ട് ഒരു ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ആദ്യമായി വേണ്ട കാര്യം ഒന്ന് നീയത്താണ്. ആ നീയത്ത് രണ്ട് കാര്യത്തിലാണ് വേണ്ടത്. ഒന്ന്, എനിക്ക് ഇത് പഠിക്കുന്നതിലൂടെ എന്റെ അറിവില്ലായ്മ മാറണം, എന്നിട്ട് ഞാൻ നന്നാവണം. രണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എനിക്ക് ദീൻ പറഞ്ഞു കൊടുത്ത് അവരെയും നേർവഴിക്കാക്കാൻ എനിക്ക് സാധിക്കണം. മനസ്സിലായോ? ആ നീയത്തോടു കൂടി വേണം കൂടിയിരിക്കാൻ. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു നീയത്തുണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. പിന്നെന്ത് വേണം? അൽ ഹിർസു, ആഗ്രഹം. ഹിർസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അറബിയിൽ ഹിർസ് എന്ന് എഴുതാൻ അറിയോ? അറിയുന്നത് കൈവക്കി. അറബിയിൽ ഹിർസുൻ, ഹിർസുൻ, എന്താ അർത്ഥം? ആഗ്രഹം. ആഗ്രഹമില്ലാത്തവർക്ക് പഠിക്കാൻ കഴിയില്ല. ഏത് കാര്യത്തിനോടും അങ്ങനെ തന്നെയല്ലേ? നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിലല്ലേ ആ കാര്യം ശരിയാവുള്ളൂ. നമുക്കറിയാത്തൊരു കാര്യം, നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്കത് അറിയണം, അതിനോടൊരു താല്പര്യം വേണം, ഒരാഗ്രഹം വേണം. അതുണ്ടെങ്കിലോ നമ്മൾ എത്ര വേണമെങ്കിലും പരിശ്രമിക്കുകയും ചെയ്യും. അല്ലേ? സിനിമ കാണാറുണ്ടോ?
ആരിപ്പ വലിയ ഏതാ വലിയ ഇല്ലാന്ന് പറഞ്ഞ് കാണുന്നില്ല. മാഷാ അല്ലാഹ്. വടക്കേരിയിൽ നിങ്ങൾ മഹാന്മാരാണെന്ന് ഞാനറിയില്ല. കാണുന്നവർക്കത് കാണാൻ എത്ര സമയം കണ്ടിരിക്കും? എത്ര സമയം വരെ കണ്ടിരിക്കാൻ തയ്യാറാണ്? IPL കാണാറുണ്ടോ? എത്ര മണിക്കൂർ കാണും? തീരുന്നവർ കാണില്ലേ? എത്ര ഓവറാ? അതൊരു 40 ഓവറാണെങ്കിലോ കുറച്ചുകൂടി നന്നായി. അതിന്റെ പേരാണ് ഹെർസ്. അതാണ് ആഗ്രഹം. നമുക്ക് മനസ്സിലുള്ള താല്പര്യം അത് ഇതിലുണ്ടാവണം. ഇല്ലാണ്ട് കിട്ടില്ല. കാരണം ശൈത്താൻ ഏറ്റവും അധികം ദേഷ്യം പിടിക്കൽ ഇപ്പൊ നിങ്ങളോടായി. കാരണം ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ദീൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ദീൻ പഠിക്കുന്ന ഒരാള് ഉറപ്പായിട്ടും മാറും. ഇനി നമ്മൾ മാറണ്ടാന്ന് തീരുമാനിച്ചാലും ഇൽമ് നമ്മളെ മാറ്റും. വ്യത്യാസം മനസ്സിലായി? നമുക്ക് കുരുത്തക്കേട് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സിനിമ കാണണം, പാട്ട് കേൾക്കണം, തോന്നിവാസം കളിക്കണം, സിഗരറ്റ് പിടിക്കണം, കഞ്ചാവ് അടിക്കണം, ഇതെല്ലാം നമ്മൾ നഫ്സ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇൽമ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മളെ സമ്മതിക്കൂല. കാരണം എന്താ അറിയോ? അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ ഇൽമു, ഇൽമെന്ന് പറഞ്ഞാൽ യഹ്രിസുക്, നിന്റെ കാവൽക്കാരനാണ്. മനസ്സിലായോ? ദീനിന്റെ അറിവ് നിന്റെ കാവൽക്കാരനാണ് എന്ന് പറഞ്ഞാൽ നിന്നെ തടയും. കാരണം എന്താ അറിയോ? നമ്മളിങ്ങനെ ആയത്ത് കുറെ കേട്ടിട്ടുണ്ടാവും, ഹദീസുകൾ കുറെ കേട്ടിട്ടുണ്ടാവും, മഹാന്മാരായ ആളുകൾ പറഞ്ഞ വാക്കുകൾ കുറെ വായിച്ചു പഠിച്ചിട്ടുണ്ടാവും. ഇത് നമ്മളെ മനസ്സിലുണ്ടാവും. സിനിമ കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മനസ്സെന്ത് പറയും? നീ ആ ഹദീസ് കേട്ടിട്ടടാ, ഓക്കല്ലടാ എന്ന് നമ്മളെ നഫ്സ് നമ്മൾ പറയും. നമ്മളെ തെറ്റിൽ നിന്ന് കാക്കും. അത് ഇൽമിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടാകും. ഇൽമ് പഠിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്യും. കാരണം നമ്മുടെ മനസ്സാരുടെ കൈമല, അള്ളാന്റെ കൈമല. അത് എന്തിനോട് ആഗ്രഹിക്കുന്നതാക്കണമെന്ന് തീരുമാനിക്കേണ്ടവൻ അള്ളാഹുവാണ്. അപ്പൊ എനിക്ക് അള്ളാഹുവേ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, എന്റെ വിശ്വാസം പഠിക്കണം, കർമ്മങ്ങൾ പഠിക്കണം, എനിക്ക് നന്നാവണം, ആഗ്രഹമുണ്ട് റബ്ബേ, എനിക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യണം. ഏതാണ് ആ ദുആ? റബ്ബി സിദ്നി ഇൽമൻ. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ത്വാഹ വഖുൽ, നബിയേ നിങ്ങൾ എന്നോട് പറയണം, റബ്ബി സിദ്നി ഇൽമൻ, റബ്ബേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് തരണമേ. അതുകൊണ്ട് നിരന്തരം ദുആ ചെയ്യണം. അല്ലാഹുവേ ആഗ്രഹം ഉണ്ടാവും. ചില കുട്ടികൾ നല്ല ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, നന്നായി പഠിക്കുന്നവരുണ്ടാവും. അവരെ നോക്കണം, അവരെ ശ്രദ്ധിക്കണം. അത് കണ്ടിട്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ഹിർസ് വരണം. ആഗ്രഹമില്ലാതെ നമുക്കിത് കിട്ടില്ല. മടിയന്മാരായിരിക്കും. ആഗ്രഹമില്ലാത്ത ആൾക്കാരെ ശൈത്താൻ പെട്ടെന്ന് ബാക്കോട്ട് വിളിക്കും. എന്തെങ്കിലും ഒരു കാരണം കൊണ്ടുവന്നിടും. ഏത് ദിവസം? വെള്ളിയാഴ്ച രാത്രി ഇശ കഴിയുമ്പോൾ എന്തെങ്കിലും കാരണന്മാരെ കൊണ്ടുവരും ശൈത്താൻ കൊണ്ടുവന്നത്. ഇന്നലെ വൈകുന്നേരം വരെ മഗ്രിബ് വരെ ഫുൾ ഫ്രീ ആയിരിക്കും, ബിന്ദാസ്. ഇശ കഴിഞ്ഞു ക്ലാസിന്റെ ഇടയ്ക്കുമ്പോഴേക്കുണ്ടാവും ചങ്ങായിമാരെ ഫോൺ, എനിക്ക് വേറെ എന്തെങ്കിലും തിരക്ക്. ശൈത്താൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും, സമ്മതിക്കും. ഹിർസുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിരിക്കും. ഇനി ആരും നിങ്ങളെ വിളിക്കണ്ട. അടുത്ത ആഴ്ച നിങ്ങളെ വിളിച്ച് നിങ്ങളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താ ക്ലാസ് കിട്ടോ, ഇന്ന് സമയത്ത് എത്തണേ എന്ന് പറയേണ്ട കാര്യമില്ല. ഹിർസ് ഉണ്ടെങ്കിൽ വന്നിട്ടുണ്ടോ. അപ്പൊ ഒന്നാമത്തെ കാര്യം നിയ്യത്ത്, 2 ഹിർസ് ആഗ്രഹം, 3 അൽ കിതാബത്തു, എന്തായിരിക്കും? എഴുതുക. നമ്മളെ നിയ്യത്ത് നന്നാക്കി ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്നു ആഗ്രഹത്തോടെ. ഇനി എന്ത് ചെയ്യണം? ഉസ്താദ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എഴുതി വെക്കണം. എവിടെ? മനസ്സിലെഴുതി വെച്ചാൽ പോരാ, പേപ്പറിൽ എഴുതി വെക്കണം. അത് നിസ്സാര സംഗതിയല്ല. കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി. എനിക്കൊരു സാറുണ്ടായിരുന്നു, മറ്റേ ഇതില്ലേ ജോഗ്രഫി. എന്താ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ? എന്താ ഗോളശാസ്ത്രം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. അതന്ന് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു ജോൺ സാറാണ്. ആ ജോൺ സാർ എടുത്ത പാഠം ഇപ്പോഴും എന്റെ
തലയിൽ അങ്ങനെയുണ്ട്, അങ്ങനെ ഉണ്ട്. അതെന്താ കാര്യം അറിയും? സാറ് ക്ലാസ് എടുത്തേക്ക് ഒരു പേപ്പർ എടുക്കാൻ പറയും. എന്നിട്ട് ഇന്ന് ഞാൻ ക്ലാസ് എന്താണോ എടുത്തത്, നിങ്ങളുടെ മൈൻഡിൽ എന്താ കേട്ടത്, ഓർമ്മയുള്ളത്, അത് എഴുതരാൻ പറയും. അത് നിരന്തരം പറഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴേക്ക് സാർ എടുത്ത ക്ലാസ് മൊത്തം അങ്ങനെ നമ്മൾ പകർത്താൻ പറയും. കാരണം അത്ര ശ്രദ്ധ വരും. കാരണം സാർ എന്ത് പറയും, ക്ലാസ് കഴിഞ്ഞപ്പോൾ എഴുതാൻ പറയും, നല്ല ശ്രദ്ധിക്കും. ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതിയെടുക്കും. കിതാബത്ത് ഇൽമിന്റെ ഒരു ഭാഗമാണ്. അവിടെ സ്കൂളുകൾ നോട്ട്സ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കോ? ഇല്ല. പിന്നെ പരീക്ഷ ടൈമാകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചങ്ങായിമാരെ വർക്കി കൊണ്ടുവരും നോട്ട്സ് വാങ്ങാൻ. നോട്ട്സ് ക്ലിയർ ആണെങ്കിൽ അതാത് ദിവസത്തെ ക്ലാസ് ടീച്ചേഴ്സ് എടുത്തത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മൈൻഡിൽ ഉണ്ടാവും. പരീക്ഷയ്ക്ക് ഭയങ്കര തലവേദന ഉണ്ടാവില്ല. കിതാബത്ത് ഇൽമിന്റെ ഒരു ഭാഗമാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയൊരു പത്തായം മീൻസ് കൊടവും ഒരു വലിയ പെട്ടി. നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയാ? സുന്ദൂക്ക. നിങ്ങളുടെ ഭാഷ പെട്ടി, ഒരു വലിയ പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ നിറച്ചും എന്താ ഉണ്ടെന്നറിയോ? കടലാസ് കഷണം. അന്നത്തെ കടലാസല്ല, അന്ന് തോല്, ഈത്തപ്പഴത്തിന്റെ ഓല, അത് നിറച്ചു. കാരണം ഓരോ ക്ലാസ് കേട്ടാലും എഴുതി വെക്കും, അപ്പൊ കെട്ടിക്കൊണ്ടേ. അദ്ദേഹം വീട്ടിന്റെ ഒരു ഭാഗം മുഴുവൻ അടുക്കടുക്കായി അദ്ദേഹത്തിന്റെ ഇൽമ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൈമൽ ഉണ്ടാവണം എപ്പോഴും പോക്കറ്റിൽ. ശരിക്കും പറഞ്ഞാൽ താലിബുൽ ഇൽമിന്റെ ഇൽമ ആഗ്രഹിക്കുന്ന ഒരാളുടെ പോക്കറ്റിൽ ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടാവും, ഒരു പേന. ഏത് ക്ലാസ്സിലും അവന്റെ കൈമലി പെടുണ്ടാവും. ഒരു അറിവ് കിട്ടി അപ്പൊ തന്നെ എഴുതി വെക്കും. കാരണം എഴുതി വെച്ച് നമ്മൾ എഴുതുന്നത് നമ്മുടെ കയ്യിലൂടെ പേപ്പറിലായിരിക്കും, പക്ഷെ കയ്യിലൂടെ കയറുന്നത് നമ്മുടെ കൽബിലേക്കായിരിക്കും. എഴുതി വെച്ച് മറക്കില്ല. നമ്മുടെ ഹിഫ്ദ് പഠിക്കുമ്പോൾ പുതിയ പാഠം കൊടുക്കണം. ഓരോ ദിവസവും രാവിലെ പുതിയ പാഠം, പുതിയ പിന്നെ ആയത്തുകൾ മനപ്പാടാക്കി. അത് നമുക്ക് തെറ്റിയാൽ ഉസ്താദ്മാരെന്താ ചെയ്യിപ്പിക്കാറിയോ? 100 പ്രാവശ്യം ഒരു ആയത്ത് എഴുതിപ്പിക്കും. ജീവിതത്തിൽ ഒരിക്കലും പിന്നെ മറക്കില്ല. ഇമ്പോസിഷൻ എഴുതില്ല സ്കൂളിൽ ഒരു 10-500 പ്രാവശ്യം ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസർ എഴുതിയാൽ അത് പിന്നെ മറക്കില്ല. അതുകൊണ്ട് എഴുതുന്ന സ്വഭാവക്കാരായി മാറും. അത് ഇൽമിന്റെ ഭാഗമാണ്. നല്ല നീയത്തോടെ വന്നിരിക്കണം, നല്ല ആഗ്രഹത്തോടെ വന്നിരിക്കണം. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കും. ആഗ്രഹമുള്ളവര്, ആഗ്രഹമില്ലാത്തവരോ മൊബൈലിൽ നോക്കും, അവിടെ നോക്കും, ഒരു ബൈക്കിന് ശബ്ദം കേട്ടാൽ അങ്ങോട്ട് നോക്കും, അത് ആഗ്രഹം പോയാലും നോക്കും. അത് ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരുടെ അടയാളമാണ്. ആഗ്രഹമുള്ളവർ ശ്രദ്ധിക്കും, ഒരെന്ത് ചെയ്യും, എഴുതിയും. എന്നുവെച്ചാൽ നോട്ടം ഉസ്താദിന്റെ മുഖത്തായിരിക്കും, ചെവിയും കൽബും ഉസ്താദിന്റെ വായിലായിരിക്കും, കൈവലോ എഴുതുണ്ടാവും. അങ്ങനെ മാറണം. ലാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വരി തെറ്റാതെ കൃത്യമായിട്ടും എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എഴുതി വെക്കണം. അത് നിയ്യത്ത്, ഹിർസ്, കിതാബത്ത്. ഇനി അങ്ങനെ എഴുതി വച്ചത് എന്ത് ചെയ്യണം? ഹിഫ്ദ് ചെയ്യണം. അൽ ഹിഫ്ദു മനപ്പാഠമാക്കണം. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടാ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിഫ്ദ് ചെയ്യണം. കയറി വരുമ്പോ സലാം പറയണേ. അത് കയറി വരുന്ന ആളെ ബാധ്യതയാണ്, നമ്മുടെ ബാധ്യതയല്ല. ഹിഫ്ദ് എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് എഴുതി വെക്കുന്ന ആളാണ്. ഒരിക്കൽ ഒരു യാത്രയിൽ കുറച്ച് കൊള്ളക്കാര് പിടിച്ചു. കൊള്ളക്കാര് മീൻസ് ഇംഗ്ലീഷിൽ എന്താ പറയാ? തീവ. ഉറുദുവിൽ എന്താ പറയാ കൊള്ളക്കാർക്ക്? അല്ല, ഓർമ്മയുണ്ട്, ഡാക്കു, വഴികൊള്ളക്കാർ. അതായത് യാത്ര ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? കൊള്ളയടിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി യാത്ര ചെയ്ത സംഘത്തെ ഈ കൊള്ളക്കാരെന്ത് ചെയ്തു? കൊള്ളയടിച്ചു. അങ്ങനെ അവരുടെ കൈമലുള്ള ഭാണ്ഡവും പെട്ടിയും സഞ്ചിയും ഇതെല്ലാം പിടിച്ചു വാങ്ങി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിന്റെ കൈമൽ എന്താ ഉള്ളത്? കുറെ പേപ്പറുകൾ, എഴുതി വെച്ച കുറെ പേപ്പറുകൾ അദ്ദേഹം പിടിച്ചു വാങ്ങി. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ്, ഷാഫിയുടെ പേരെന്താണ്? മുഹമ്മദ്, നീ പഠിച്ച നിന്റെ ഉസ്താദിന്റെ അടുത്ത് നിന്ന് കേട്ട അറിവുകൾ മൊത്തം ഇപ്പൊ ഞാൻ കൊള്ളയടിച്ചു. എഴുതി എന്ത് ചെയ്യും? എഴുതി വെച്ച് മൊത്തം ഞാൻ കൊള്ളയടിച്ചില്ല. ഇതിപ്പോ എന്താ ചെയ്യാ? അതുകൊണ്ട് മോനെ, കൊള്ളക്കാരെ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ
മോനെ എഴുതൽ മാത്രമല്ല, എഴുതി വെച്ച് നീ എന്താക്കണം? ഹിഫ്ളാക്കണം, ബൈഹാർട്ട് ചെയ്യണം. അപ്പൊ അതാർക്കും കൊള്ളയടിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ കൽബിലുള്ള ഇതൊക്കെ കൊള്ളയടിക്കാൻ പറ്റും? ഇല്ല. ഞാൻ എന്റെ കിതാബോ അതൊക്കെ എടുത്തിട്ട് പോവാ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അന്ന് തൊട്ട് എഴുതുന്നത് മുഴുവൻ ഹിഫ്ള് ചെയ്യാൻ തുടങ്ങി. എഴുതുന്നത് മുഴുവൻ മനഃപ്പാഠം പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ സ്വഭാവം ഉണ്ടാവണം. പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അത് ഞാൻ പറയും ഏതൊക്കെയാണ് പ്രത്യേകം നോട്ട് ചെയ്യുന്നത്. അത് അറബി സഹിതം കാണാതെ പഠിച്ചു വെക്കണം. ആദ്യത്തെ 1-2 ക്ലാസ്സുകൾക്ക് ഭയങ്കര പ്രയാസം തോന്നും. പക്ഷെ ഒരു 5ാമത്തെ ക്ലാസ് തന്നെ കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു ആദ്യത്തായി മാറും. ആദ്യത്തെന്ന് പറഞ്ഞാൽ അതൊരു ശീലമായിട്ടൊക്കെ മാറും. പിന്നെ ഇത് പ്രയാസമായി തോന്നുകയേയില്ല. തെങ്ങുമ്മ കയറുന്നുണ്ടോ? തെങ്ങില്ലേ മണിക്കേരി? ഇല്ലേ? ആ തെങ്ങുമ്മ കയറുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്ത് ചെറുപ്പക്കാരാണ് പോയി? അല്ല നമ്മള് തന്നെ തെങ്ങും വരും, പാവും വരും, പ്ലാവും വരും കയറുന്ന പരിപാടികൾക്കൊന്നും ഇല്ല. നിങ്ങൾക്ക് ആരോഗ്യമില്ല. ഇതിനുള്ള ഈ തടി മാത്രമേ ഉള്ളൂ. അല്ല, പഴയ നമ്മളെ തന്നെ ആരോഗ്യം. നമ്മുടെ തെങ്ങുമ്മ കയറും, സപ്പോട്ട മരത്തിന്റെ മുകളിൽ കയറും, മാങ്ങ ഓടിക്കാൻ വേണ്ടി ഇതിന്റെ മുകളിൽ കയറും. അത് വെച്ചിട്ട് ഇപ്പൊ എന്നോട് പറഞ്ഞാലോ അത് കഴിയില്ല. പക്ഷെ തെങ്ങുമ്മ കയറുന്ന ഒരാളെ കാണുമ്പോൾ നമ്മള് പാവപ്പം എന്തൊക്കെ ഇഷ്ടപ്പെടാം. അയാൾക്കത് ഈസിയാണ്. അയാളെ തള വെച്ചിട്ട് പടപെടാൻ കഴിയുള്ളൂ. അടക്കയില്ലേ, സുപ്പാരി, അതിന്റെ മരങ്ങളില്ല, അത് പറിക്കാൻ വേണ്ടി കയറുന്ന ആളെ കണ്ടല്ലോ. അയാൾ ഒറ്റ മരത്തുമ്പേ കയറും, രണ്ടാമത്തേലേക്കോ അതിന്റെ മുകളിൽ തന്നെ അങ്ങ് പോകും. വരങ്ങന്മാർ പോകും പോലെ. നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മള് കാണുമ്പോൾ കുറച്ചോനെ വീടുപോകും, പേടിയാവും. അയാൾ കൂളായിട്ട് പോകും. ആദ്യത്താണ്. ആ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നിത്യാഭ്യാസി ആനയെ എടുക്കും. ആന കണ്ടിനോ? എത്രയുണ്ടാവുക? ഒരാൾ എത്ര കിലോ ഉണ്ടാവും? ഉസ്താദിന്റെ കിലോ ഉണ്ടാവും. എങ്ങനെയാ പറഞ്ഞത്? ഒരാൾ എത്ര കിലോ ഉണ്ടാവും? 500 പോലാവാം. പോത്തന്നെ ഉണ്ട് 1000 കിലോ ഉള്ള. കരയിലെ ഏറ്റവും വലിയ ജീവിയല്ലേ ആന. എടുക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന് പൊന്തിക്കാൻ പറ്റുമോ? പക്ഷെ അറബിയിൽ ആ മലയാളത്തിലെ ചൊല്ലെന്തായോ? നിത്യമായി അഭ്യസിക്കുന്ന ഒരാൾ ഡെയിലി ആന പൊക്കി 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 ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? ആന പൊക്കാൻ പറ്റുമെന്നല്ല പറഞ്ഞത്, പക്ഷെ ആ കാര്യം ഉണ്ടാവും, എളുപ്പമായി മാറും. അതുകൊണ്ട് ആദ്യമൊക്കെ ഈ കാര്യങ്ങള് ബൈഹാർട്ടാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷെ അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ബൈഹാർട്ട്. അവിടെ നല്ല നീയത്ത്, നല്ല ആഗ്രഹം, ശ്രദ്ധിച്ച് കേൾക്കാൻ, എഴുതി വെക്കണം. നമ്മുടെ ഉസ്താദ് എപ്പോഴും പറയും, ഈ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങള് ആണ് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഒന്ന് കാക്കനെ പോലെ, മറ്റൊന്ന് കൊക്കിനെ പോലെ. എന്താണ് കാക്ക? മടക്കിരി കുറവാന്ന് തോന്നുന്നു അല്ലേ? കാക്ക കുറവാണ്. കാക്കൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര ശ്രദ്ധയായിരിക്കും കാക്ക. അതിങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഇവിടെ ഒന്ന് കൈയടക്കിയോ അങ്ങനെ നോക്കണം ഉസ്താദിന്റെ മുഖത്തേക്ക്. കറക്റ്റ്, അത്ര ശ്രദ്ധമാണ്. പരിസരത്തേക്കൊന്നും പോകരുത്, ശ്രദ്ധ മൊത്തം ഉസ്താദിനടുത്ത് വേണം. കൊക്കിനെ അറിയോ? കൊക്ക് മീൻസ് കൊച്ച. വൈദ്യുത മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന വെള്ള സാധനമല്ലേ? അത് മീനിനെ പിടിക്കാനിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒറ്റ നോട്ടാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ, യൂട്യൂബിൽ നോക്കിയാൽ മതി. ഒരൊറ്റ നോട്ടാണ്, അത് അനങ്ങൂല. അതിന്റെ കണ്ണിന്റെ മുമ്പിൽ ആ മീൻ വന്നാൽ കൊക്കിന് മീനുണ്ടാവും. അങ്ങനെ നോക്കണം ഉസ്താദിന്റെ മുഖത്തേക്ക്. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇതിങ്ങനെ നോക്കി, ആളെ നോക്കി, ഇവിടെ നോക്കി, പിന്നെ കുപ്പായൊന്ന് വലിച്ച്, പാൻറ്റൊന്ന് വലിച്ച്, മൊബൈൽ നോക്കി, അത് ശ്രദ്ധയല്ല. നിങ്ങളെ ഇത്രയും കണ്ണുകൾ എന്റെ മുഖത്ത് വേണം. കാക്ക ശ്രദ്ധിക്കും പോലെ ശബ്ദം ശ്രദ്ധിക്കണം, എന്നിട്ട് എഴുതിയെടുക്കണം. പിന്നീടത് ഹിഫ്ള് ചെയ്യണം, മനഃപ്പാഠമാക്കണം. കൽബിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോകില്ല. ഇപ്പൊ എത്ര കാര്യമായി? നിയ്യത്ത്,
ഹിർസ്, കിതാബത്ത്, ഹിഫ്ള്. ഇത്രയായി. അപ്പൊ ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളെ ശ്രദ്ധിച്ച് കേട്ടു, അത് എഴുതിയും വെച്ചു, അത് മനഃപ്പാടമായി പഠിച്ചും വെച്ചു. ഇപ്പൊ കാര്യം നമ്മുടെ മനസ്സിലെത്തി. ഇനി എന്ത് ചെയ്യണം? അൽ-അമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കണം. എല്ലാരും എഴുതുന്നുണ്ടോ? അഞ്ചാമത്തെ കാര്യം അൽ-അമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഒന്ന് നിങ്ങളുടെ ഭാഷയിൽ എന്ന് പറഞ്ഞ് ഒന്ന് അന്നിയത്തു, രണ്ട് അൽ-ഹിർസു ആഗ്രഹം, മൂന്ന് അൽ-കിതാബത്തു എഴുതി വെക്കൽ, നാല് അൽ-ഹിഫ്ദു ബൈഹാർട്ട് ചെയ്യാൻ, അഞ്ച് അൽ-അമലു ബിഹി അതനുസരിച്ച് പ്രവർത്തിക്കൽ. നിങ്ങളുടെ കന്നഡ ഭാഷയിൽ എന്ന് പറഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ, അത് നിങ്ങളെ കന്നഡ ഭാഷ പറഞ്ഞു. മലയാളി അല്ല, ഇവിടുത്തെ ഭാഷ വ്യാജ ഭാഷ പഠിച്ചിട്ട് ഫോളോ പഠിച്ചിട്ട് ഫോളോ അല്ല അമലുബി. ഇല്ലെങ്കിൽ കാര്യം നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമ്മളെ ഇപ്പൊ നിസ്കാരം 5 നേരം ഉണ്ട്, സുബ്ഹ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത ഇങ്ങനെയാണ്, സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി വരുന്ന മുഅ്മിനാണ്, സുബ്ഹ് നിസ്കാരം ഇല്ലാത്തവൻ മുനാഫിഖാണ് എന്നൊക്കെ പഠിച്ചും എഴുതി വെച്ചും മനഃപ്പാടമാക്കി വായിച്ചൊക്കെ പഠിച്ചു. സുബ്ഹ് കിടന്നുറങ്ങിയാലോ കാര്യമില്ല. 5 കൊല്ലം മെഡിക്കൽ കോളേജിൽ പോയിട്ട് MBBS പാസ്സായി. ചെറിയ പഠിപ്പല്ലോ, ഭയങ്കര തലമുറകണ്ടേ. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വളരെ ക്ഷമിച്ച് പഠിച്ച് ഡോക്ടറായി. എന്നിട്ട് അടക്കം വെക്കാൻ പോയി. എന്താ പറഞ്ഞ കഥ? പിന്നെ പഠിച്ച് അമലില്ലെങ്കിൽ ഇൽമിന് എന്തില്ല, ഗുണമില്ല. അവന്റെ അമലിൽ വരണം. അറിവനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കൽ. ശ്രദ്ധിച്ചോട്ടോ, അള്ളാഹു എന്നെ നിങ്ങളെ കാക്കട്ടെ. ദീനിന്റെ അറിവനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കൽ അള്ളാഹുവിനടുക്കൽ അയാൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. ഭയങ്കര ഡേഞ്ചറാണ്. ദീനിന്റെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് നമ്മളോട് ഇഷ്ടമല്ല എന്നതിനർത്ഥം. പഠിച്ചോട്ടെ, ഓന്റെ പ്രവൃത്തി എനിക്ക് വേണ്ട, അവനെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് അള്ളാഹു വെക്കുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ എനിക്ക് നീ തരുന്ന അറിവ് നാഫിആയ ഉപകാരപ്രദമായ അറിവാക്കണേ. എന്താ ഉപകാരപ്രദം? അമൽ ചെയ്യുന്ന അറിവാക്കണേ. അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. പഠിച്ചു വെച്ചത് മനസ്സിലാക്കിയത് ഏതാണോ അത് അമൽ ചെയ്യാനുള്ള അവസരം അപ്പൊ തന്നെ ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട്, പിന്നെ ആളുകൾക്ക് ഉപകാരപ്രദമായി ഒരു കിണർ കുഴിച്ചു കൊടുക്കൽ ഇസ്ലാമിൽ ഭയങ്കരമായ പുണ്യകർമ്മമാണ്. ഞാൻ ഒരു ഹദീസ് ഓതി നിങ്ങൾ മുമ്പ് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ തന്നെ പോയിട്ട് കിണർ കുഴിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് പൈസ ലൈറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം? ഒരു കിണർ കുഴിച്ചു കൊടുക്കണം, നിയ്യത്തായി. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു മരം നട്ടുകൊടുക്കും. അത് നിങ്ങൾ കേട്ടു പഠിച്ചു. എപ്പോഴത് പറയാം? അപ്പൊ തന്നെ, അത് അപ്പൊ തന്നെ അമൽ ചെയ്യണം. എന്തൊക്കെ പറഞ്ഞു വെച്ചു പറയാം. ഉരുട്ടി, അതാണ് അമല്. ഒരു കാര്യം അറിഞ്ഞാൽ അത് അന്നേരം തന്നെ അമൽ ചെയ്യേണ്ടതാണെങ്കിൽ അപ്പൊ തന്നെ ചെയ്യണം. പിന്നീട് ചെയ്യേണ്ട കാര്യമാണ് പഠിച്ചതെങ്കിലോ അസ്മ് ചെയ്യണം. എന്താ അസ്മ് എന്ന് പറഞ്ഞാൽ? ഞാനത് ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന് നിയ്യത്ത് വെക്കണം. അപ്പൊ നിയ്യത്ത്, ഹിർസ്, കിതാബത്ത്, ഹിഫ്ള്, അൽ-അമലു ബിഹി, അമൽ ചെയ്യാം. പഠിച്ചത് ഫോളോ ചെയ്യാം. അപ്പൊ നമ്മൾ നന്നായി നടത്തും. പഠിച്ചതനുസരിച്ച് നമ്മൾ അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി. ആ നന്നായത് നമുക്കും മനസ്സിലാവും, നമ്മളെ കാണുന്നവർക്കും മനസ്സിലാവും. നോക്കിക്കോ, വീട്ടിൽ ഉമ്മ പറയും, ചെക്കൻ പഴയ പോലെ അല്ലല്ലോ, ചെറിയൊരു മാറ്റങ്ങളുണ്ട്. അത് ഇൽമിന്റെ പ്രത്യേകതയാണ്, ഖുർആന്റെ പ്രത്യേകതയാണ്, ഹദീസിന്റെ പ്രത്യേകതയാണ്. ആ നൂറ് ഖൽബിൽ കേറിയാൽ നമ്മൾ അറിയാതെ നമ്മൾ
നമ്മൾക്ക് ആളുകളുടെ സ്നേഹമല്ലേ ആവശ്യം. നമ്മൾ ആളുകൾക്ക് ഉപകാരികളാവണല്ലേ വേണ്ടത്. ആളുകൾക്ക് സമാധാനം കൊടുക്കുന്ന ആളല്ലേ നമ്മളാവേണ്ടത്. അതിന് പറ്റിയ വഴി എന്താ? ജീവിതം നന്നാവല. ഉപ്പാനി സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? നമ്മൾ നന്നാവനാണ്. നമ്മുടെ സ്വഭാവം നന്നാവനാണ്. നമ്മുടെ ദീനിയാവനാണ്. നമ്മളെ പള്ളിയിൽ കാണലാണ്. നമ്മൾ ഖുർആൻ പഠിക്കുന്ന ഒരാവലാണ്. നമ്മുടെ ഹദീസ് പഠിക്കുന്ന ഒരാവലാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരാവലാണ്. അത് ഉപ്പാക്കും വലിയ ആശ്വാസം കൊടുക്കും. നാട്ടുകാർക്കും ആ മതിപ്പുണ്ടാവും. ചങ്ങാതിമാർക്കിടയിൽ മതിപ്പുണ്ടാവും. നല്ല ദീനിയായി ജീവിക്കുന്ന, കുരുത്തക്കടൊന്നും കാണിക്കാത്തൊരു ചങ്ങായി ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ ആരാ? പേരെന്താ? റിയാൻ, നിഹാല്. നിഹാല് നല്ല മോനാണ്. ഭയങ്കര ദീനിയാണ്. ഭയങ്കര നിസ്കാരക്കാരനാണ്. ഒരു സിനിമ കാണൂല, പാട്ട് കേൾക്കൂല, ചീത്ത വിളിക്കൂല, മോശമായ ആൾക്കാരോട് പോകൂല. അങ്ങനത്തെ നല്ല മോനാണ്. അപ്പൊ നിഹാലിന്റെ മടക്കേരിയിലെ ചങ്ങായിമാര് ടൂർ പോകുമ്പോ എന്ത് പറയും? നിഹാല് വേണ്ട, കൃത്യമായിട്ട് നിസ്കരിക്കാൻ പോകണം. ഓരുണ്ടെങ്കിൽ വീടി പിടിക്കാൻ കഴിയില്ല, ഓരുണ്ടെങ്കിൽ സിനിമക്ക് പോകാൻ കഴിയില്ല, അല്ലേ? അങ്ങനെ പറയുന്നവരായി അല്ലാഹു നമ്മളെ ആകട്ടെ. അതെന്തുകൊണ്ടറിയോ? അത് ആകാശ ലോകത്ത് നമ്മൾ പരിഗണിക്കപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ മോശക്കാര് നമ്മളെ മാറ്റിവെക്കുക, വൃത്തികെട്ട ആൾക്കാർ നമ്മളെ മാറ്റിവെക്കുക. എന്താ അറിയോ? നമ്മളെ അള്ളാഹു സ്വീകരിച്ചു എന്നാണ്. അതേ സമയത്ത് ഒരു ഗ്യാങ് മടക്കേരി ടൂർ പോവാണെങ്കോട്ട് പറയണോ? ഗോവയിലേക്ക് ബിഹാറിന് മനസ്സിലായി. ഗോവയിലേക്ക് ഒരു ടൂർ പോവാ. ആ സമയത്ത് ചക്കന്മാരെല്ലാം കൂടിയിട്ട് പറയാണ്, നിഹാലിനൊന്ന് വിളിക്കണം. ഓരുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിക്കാനൊരു ഉഷാറ് കിട്ടുള്ളൂ. ഓരുണ്ടെങ്കിൽ ആ കഞ്ചാവല്ലേ ശരിക്കും പറഞ്ഞ പോലെ എത്തുള്ളൂ. ഈ നിഹാലല്ലാട്ട വെറുതെ പേര് പറഞ്ഞില്ല എന്ന് നമ്മളെ പറ്റി നാട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ അറിയോ? അള്ളാഹു നമ്മളെ മാറ്റി അള്ളാഹു പാക്കട്ടെ. അള്ളാഹു നമ്മളെ മാറ്റി നമ്മളെ ശൈത്താന്റെ ആളാക്കി മാറ്റി. അതുകൊണ്ട് ആ ശൈത്താന്റെ ആളുകൾ നമ്മളെ വിളിക്കുന്നത് മോശമായ കാര്യങ്ങൾ നേരെ ഉൾട്ടയാണ്. അത് ജീവിതത്തിൽ എപ്പോഴേ വരൂ? ഇൽമനുസരിച്ച് അമൽ ചെയ്താലേ വരൂ. അതുകൊണ്ട് എപ്പോഴും നീയത്ത് വേണം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറയാൻ കാരണം, ഇനി അങ്ങോട്ട് നമ്മൾ അഖീദ പഠിക്കും, കാര്യങ്ങൾ പഠിക്കും. അതിനനുസരിച്ച് ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ കാണണം. അള്ളാഹു നല്ല തൗഫീഖ്. 5 6 എന്തായിരിക്കും? നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അമലും ചെയ്തു. ഇനി എന്താ? അദ്ദഅവതു ഇലൈഹി, അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കൽ, അതിലേക്ക് മറ്റുള്ളവരെ വിളിക്കൽ, ക്ഷണിക്കൽ. കാരണം നമ്മൾ ആദ്യം നമ്മുടെ നീയത്ത് എന്താ? നമ്മളിൽ നിന്നും അറിവില്ലായ്മ മാറണം. പിന്നെയോ മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കണം. അപ്പൊ നമ്മൾ ദാഴികളായി മാറും. ഇൽമനുസരിച്ച് നമ്മുടെ അമൽ ചെയ്യും. നമ്മുടെ സ്വഭാവം ചേഞ്ച് ആവാൻ തുടങ്ങും. ആരെങ്കിലും ഒരാൾ മോശത്തരം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ടെൻഷനാകും. അള്ളാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. എന്തെങ്കിലും മോശമായ സംഗതി ആരെങ്കിലും ചെയ്യുന്ന കണ്ടാൽ നമുക്ക് ടെൻഷനാകും. നമ്മൾ ഓരോ വിളിച്ചിട്ട് ഉപദേശിക്കും, ഒരു നല്ല പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആവണം. അവരാണ് ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. മോശമായ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരല്ല ആവേണ്ടത്. ഒരാൾ മോശത്തിന് ചെയ്യുമ്പം നമുക്ക് വേദന ഉണ്ടാകും. ഓൻ അങ്ങനെ ചെയ്ത് ശരിയല്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഓനറിയാത്തത് കൊണ്ടാണ്. ഓരോ ഉപദേശിക്കണം. ആ മാനസികാവസ്ഥയിൽ പഠിച്ചത് അമൽ ചെയ്തത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ. ഇൽമുള്ള ആള് മഴയുടെ മേഘമില്ല, കാർമേഘം പോലെയാവും. എന്താ കാർമേഘത്തിന്റെ പ്രത്യേകത? ആ മേഘത്തിന്റെ ഉള്ളിൽ ഫുൾ എന്താണ്? വെള്ളമല്ലേ? അതിങ്ങനെ കാറ്റിനനുസരിച്ച് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എവിടെയാണോ വെള്ളം ആവശ്യം അവിടെ പെയ്യണം. ഇങ്ങനെയാവണം ഇൽമുള്ള ആളുകൾ. നമ്മൾ പഠിക്കുന്ന ആളുകൾ അങ്ങനെയാവണം. നമ്മൾ ഓൾറെഡി തണുത്ത് നിൽക്കുകയാണ്, വെള്ളം നിറച്ചിട്ട് തണുത്ത് നിൽക്കുക. അതിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗത്തുണ്ടാവും തണുപ്പില്ലാതെ കുരുത്തക്കേട് കാണിക്കുന്ന ആൾ. അവിടെ ഒരു മഴ പെയ്യണം.
അവർക്ക് അവിടെ ആവശ്യമുള്ള ഇൽമ പറഞ്ഞു കൊടുക്കണം, അവരെ നന്മയിൽ സഹായിക്കണം. പിന്നെ ഇങ്ങനെ പോകും. അപ്പൊ അടുത്ത സ്ഥലം കാണും, അവിടെയും പെയ്യണം. അങ്ങനെ കാർമേഘമാകണം അറിവുള്ളവർ, ഇൽമുള്ളവർ. നമ്മളെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഈ കിതാബുകളൊക്കെ നോക്കി, ഇതൊക്കെ അന്ന് അവർ ഈ ശജറത്തുൽ ഇൽമിന്റെ ഈ ഭാഗം അറിയുന്നതുകൊണ്ട് ചെയ്തു വെച്ചതാണ്. ഇതൊന്നും അന്ന് അവർ എഴുതി തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കിതാബായിട്ട് കിട്ടൂല. ഇവരാരും കിതാബ് എഴുതി കച്ചവടം ചെയ്ത് പൈസയാക്കാൻ വേണ്ടി എഴുതിയല്ല. പിന്നെന്തിനാ? ഇതേപോലെ ഒരു ദിവസം മടക്കേരിയിലെ മദ്രസയില് നമ്മളിങ്ങനെ കൂടിയിരിക്കും. അവർക്ക് അന്നേരം അഖീദ പഠിക്കണം, അപ്പൊ അവർക്കത് ആവശ്യപ്പെടും എന്ന നല്ല ചിന്തയിൽ ആ ഉലമാക്കൾ അന്ന് എഴുതി വെച്ചിട്ട് അവർ മരിച്ചുപോയി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. ഇന്നിതാ നമുക്കത് ഉപകാരപ്പെടുകയാണ്. ഇന്ന് നമുക്കത് ഉപകാരപ്പെടുകയാണ്. അങ്ങനെയാവണം. മറ്റുള്ളവരിലേക്ക് ദഅവത്ത് ചെയ്യണം. ഏഴാമത്തെ കാര്യം എന്താ? ദഅവത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്തായിരിക്കും പ്രതികരണം ഉണ്ടാവുക? പിന്നെ ഞാനിപ്പം പ്രസംഗിക്കാൻ വന്നില്ല, നിന്നെ നമുക്ക് അറിയുന്ന പോലെ നീ ഇപ്പൊ പിന്നെ നല്ല പറയും, നീ ആര്യ, ഇതായിരിക്കും ഫസ്റ്റ് വരുന്ന കമന്റ്. സ്വാഭാവികം. അത് കേട്ടാൽ അസ്സബ്റു, ക്ഷമ. ഏഴാമത്തെ കാര്യം അസ്സബ്റു, ക്ഷമ. നിഹാലിന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആഹാ മറ്റേ നമുക്ക് പണ്ടത്തെ സ്വഭാവം എപ്പോ ഉണ്ട് പോലെ എന്താ കാണിച്ചു തരണം എന്ന് ചോദിച്ചിട്ട് രണ്ടെണ്ണം കൊടുക്കുക, അത് പറ്റൂല. അസ്സബ്റു, ക്ഷമ. നമ്മൾ നന്നാവുമ്പോൾ, നമ്മുടെ ദീനിന്റെ ആളാവുമ്പോൾ, നമ്മുടെ സ്വഭാവം നല്ലതിലേക്ക് മാറുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് ആ നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആർക്ക് സഹിക്കൂല? നമ്മളെ പഴയ ചങ്ങായിക്ക് സഹിക്കൂല. അതാരാ? ഓൾഡ് ഫ്രണ്ട് ഓന് സഹിക്കൂല. ഓരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. നിന്ന് കൊടുക്കരുത്. ക്ഷമ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ എന്തൊരു ക്ഷമയാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? ഇല്ല. നല്ലത് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. എല്ലാവരുടെയും നന്മ ആഗ്രഹിച്ചിട്ടേ പരിശ്രമിച്ചിട്ടുള്ളൂ. പക്ഷെ തിരിച്ചു കിട്ടിയതോ അടിയും ഇടിയും കുത്തും തെറിവാക്കും, ഭ്രാന്തൻ, കള്ളൻ, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു. അവസാനം മക്കത്തെ രാജാവായിട്ട് തിരിച്ചു വന്നു. ക്ഷമയുടെ ഫലം മധുരമാണ്. നെല്ലിക്കയിലെ നെല്ലിക്ക, നെല്ലിക്കയാണ് ക്ഷമ. നെല്ലിക്ക തിന്നിനോ? ആദ്യം ചവർക്കും, പിന്നെ മധുരിക്കും. നെല്ലിക്ക തിന്നുമ്പോ ആദ്യം ചവർപ്പല്ലേ, ഇഷ്ടപ്പെടൂല. പക്ഷെ തിന്നു കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോ നല്ല മധുരാണ്. സബർ, എല്ലാത്തിനും സബറുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ക്ഷമ അത്യാവശ്യമാണ് ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഇൽമിന്റെ വഴിയിൽ സബർ നിർബന്ധമാണ്. ഇതാണ് ഷജറത്തുൽ ഇൽം എന്നറിയപ്പെടുന്ന 7 കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് പറന്നു പോവാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഞാൻ പറഞ്ഞല്ലേ. എഴുതി വെക്കണം, ബൈഹാർട്ട് ചെയ്യണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പറയാ, എടാ മറ്റേ ഷജറത്തുൽ ഇൽം പഠിച്ചാ നീ ഒന്ന് പറഞ്ഞ ഞാൻ കേട്ടെ, നീ എന്നെ ഒന്ന് കേട്ടെ. ഇങ്ങനെ നമ്മൾ പണ്ട് മസ്ജിദുൽ ഹറാമിലൊക്കെ പോകുമ്പോൾ, മസ്ജിദുൽ നബവിയിലൊക്കെ ചെറിയ ഈ പ്രായത്തിലുള്ള പിള്ളേർ അവര് നടന്നുകൊണ്ട് ഹദീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കുക. അത്ഭുതം കൊണ്ടുപോയി. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ചങ്ങായി പറയാണ്, അടുത്തുകൂടി നടക്കുന്ന ചെക്കൻ ഇത്രയേ ഉള്ളൂ, കിതാബ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഓ പറഞ്ഞിട്ടാകുമ്പോൾ ഇവ പറയുന്നത് മറ്റോ കിതാബ് നോക്കിയിട്ട് കേൾക്കും. അങ്ങനെ പഠിക്കണം. അങ്ങനത്തെ ഒരു വമ്പിച്ച മാറ്റം നമുക്കിടയിൽ ഉണ്ടാവും. നമുക്ക് ജീവിതത്തിൽ സുഖിക്കാം, രസിക്കാം, കളികൾ, തമാശകൾ ഒക്കെ അല്ലാഹു അനുവദിച്ചതാണ്. പക്ഷെ ദീനിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാവണം. അത്രയേ ഉള്ളൂ. ചെമ്പ് കേൾക്കാനായി, പാത്രം കേൾക്കാനായി, മനസ്സിലായില്ലേ? നമ്മൾ ശൈത്താൻ എന്താ പറയാറിയോ? ഇൽമെല്ലാം പഠിക്കാൻ പോയി, ഇപ്പൊ ഹദീസും ആയത്തെല്ലാം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ അടിപൊളിയെല്ലാം പോയി പോവില്ലപ്പോ. ഇങ്ങനൊന്നുമില്ല. ശൈത്താൻ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ്. അനുവദിക്കപ്പെട്ട എല്ലാ തമാശകളും നമുക്കാവാം, അനുവദിക്കപ്പെട്ട എല്ലാ കളികളും നമുക്കാവാം. പക്ഷെ അല്ലാഹുവിനെ മറന്നുകൊണ്ടാവും. ബൗണ്ടറി ഇല്ല, ബൗണ്ടറി. അതിന്റെ അപ്പുറത്തേക്ക് പോകും.
അത്രയേ ഉള്ളൂ. ഇസ്ലാം അത്രേ പറയുന്നു. ഇസ്ലാം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണോ അധികം, ചെയ്തോളൂ എന്ന് പറഞ്ഞ കാര്യമാണോ അധികം? ചെയ്യാൻ പറഞ്ഞ കാര്യം അധികം, ചെയ്യണ്ട എന്ന് പറഞ്ഞ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അതാണ് ശൈത്താൻ നമ്മളെ മനസ്സിലാക്കി ഭയങ്കരമായിട്ട് കാണിക്കുക. അത് കുറച്ചേ ഉള്ളൂ, അതൊന്ന് മാറ്റി വെച്ചേക്കാം. അത് ശൈത്താനീയത്താണ്, ഇബ്ലീസിന്റെ പണിയാണ്, ആഹാരം നഷ്ടപ്പെടുന്ന പണിയാണ്. അതൊന്ന് മാറ്റി വെച്ചു. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ 7 കാര്യം പെട്ടെന്ന് ഓർമ്മയിൽ വരാനുള്ള ഏറ്റവും നല്ല വഴി അടുത്ത ചങ്ങന്മാർക്ക് ഒരു വോയിസ് അയക്കുക. കാരണം ഒരു കാര്യം ഒന്ന് പഠിച്ചിട്ടുണ്ടോ, അത് നീ കൂടി കേട്ടോ, വഴക്ക് പഠിച്ചു വെച്ചോ, വെറുതെ അയക്കാം. പൊങ്ങക്ക് അയക്കാം, ഉമ്മാക്ക് അയക്കാം, ഉമ്മക്ക് അയച്ചു കൊടുക്കാം. ആരെങ്കിലും കേൾക്കും, അവരെ പഠിക്കും. അടുത്ത ആഴ്ച വരുമ്പോൾ ആരെങ്കിലും ഒരാളെ ഞാൻ വിളിക്കും, അയാൾ പറഞ്ഞാൽ ഇതാണ് ഷജറത്തുൽ ഇൽം എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം. നല്ല നിയ്യത്ത് ഉണ്ടാവണം, നല്ല ആഗ്രഹം ഉണ്ടാവണം, കേൾക്കുന്നതെല്ലാം കറക്റ്റ് എഴുതി വെക്കണം. എഴുതി വെച്ചത് പോയിട്ടാകുമ്പോൾ വായിച്ച് കാണാതെ പഠിച്ചു വെക്കണം. എപ്പോഴാണോ അമൽ ചെയ്യേണ്ടത് ആ സമയത്ത് കൃത്യമായി അമൽ ചെയ്യണം. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞാലോ ക്ഷമയോടുകൂടി അത് കൈകാര്യം ചെയ്യണം. ഇത് നല്ല ഗുണങ്ങളിൽപ്പെട്ടതാണ്. ഇതിലല്ലോ അള്ളാഹു നല്ല തൗഫീഖ്. സമയത്രയും മതിയല്ലേ? 8:30 തൊട്ട് 9:30 വരെ കേട്ടോ. 1 മണിക്കൂർ മതി ഇൻഷാ അല്ലാഹ്. ബാക്കി ഇൻഷാ അല്ലാഹ് എപ്പോഴാ?